നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് 3 അധ്യാപികമാരെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ പുതുതലമുറ യുവാക്കളും അതുപോലെ തന്നെ കുട്ടികളിലേക്കൊക്കെ തന്നെ ലഹരി എത്താതിരിക്കാനുള്ള എല്ലാ പഴുതടച്ച അന്വേഷണവും നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ സംഘം നടത്തുമ്പോൾ അവിടെ വിദ്യ അഭ്യസിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിവിന്റെ ഒരു വെളിച്ചം പകർന്നു കൊടുക്കുന്ന അധ്യാപികമാർ വരെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത വളരെ നടുക്കത്തോടു കൂടി തന്നെയാണ് നമ്മൾ കേട്ടത്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു തരത്തിലും സാധിക്കില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ ലഹരി കടത്തുന്ന സംഘങ്ങൾ പോലീസിന്റെ കയ്യിൽ പിടിക്കപ്പെടാതിരിക്കാൻ ഏതൊക്കെ മാർഗങ്ങളാണോ സ്വീകരിക്കാൻ പറ്റുന്നത് ആ മാർഗങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ തന്നെ പോലീസ് കൃത്യമായിട്ട് കണ്ടെത്തുന്നുമുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ സ്വകാര്യ ഭാഗത്ത് മെൻസ്ട്രൽ കപ്പിനുള്ളിൽ വളരെ വിദഗ്ധമായി രാസലഹരി ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 2 പേരെയാണ് എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. മെൻസ്ട്രൽ കപ്പ് അറിയാം, സാധാരണ സ്ത്രീകൾ ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്നതാണ്, മറ്റേ പാഡുകൾക്ക് പകരമൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. പല സ്ത്രീകളും അത് ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽ മെൻസ്ട്രൽ കപ്പിനുള്ളിൽ വരെ ഈ ഒരു MDMA കടത്തി അത് സ്വകാര്യ ഭാഗത്ത് വെച്ചുകൊണ്ട് ആരും അറിയാത്ത രീതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ പോലീസിന്റെ ഒന്ന് കണ്ണുവെട്ടിച്ച് നടക്കാമെന്ന് കരുതിയ 2 പേരാണ് എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. ആലപ്പുഴ തൃക്കന്നപ്പുഴ പാണ്ഡ്യശാലയിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി 29 വയസ്സ്, ആലപ്പുഴ സ്വദേശിനി സരിത 30 വയസ്സ് ഇവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. എറണാകുളം സൗത്തിലെ ക്യൂ ഹോട്ടലിൽ നിന്ന് എക്സൈസ് സംഘം ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബംഗളൂരിൽ നിന്ന് വൻതോതിൽ ലഹരി മരുന്ന് എത്തിച്ച് ഓർഡറുകൾക്ക് അനുസൃതമായി ആവശ്യക്കാർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു നൽകുന്ന ഡോർ ഡെലിവറി രീതിയിലായിരുന്നു ഇവരുടെ കച്ചവടം നടക്കുന്നുണ്ടായിരുന്നത്. MDMA മെൻസ്ട്രൽ കപ്പിലാക്കിയ ശേഷം സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചു കടത്തുന്നതാണ് ഈ പറയുന്ന സരിതയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്ര വേഗത്തിൽ പോലീസിന് അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം മെൻസ്ട്രൽ കപ്പിലാണ്, തന്റെ സ്വകാര്യ ഭാഗത്താണ് അത് വെച്ചിരിക്കുന്നത്. അതിനാൽ അത് പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് സരിത കരുതിയത്. വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വില മതിക്കുന്ന 94.032 ഗ്രാം MDMAയും ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച 17,770 രൂപയും ഒരു മൊബൈൽ ഫോണും ഇവരുടെ പക്കൽ നിന്ന് പോലീസ് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എറണാകുളം സൗത്ത് ഭാഗത്തുള്ള ലോഡ്ജ് മുറിയിൽ നിന്നാണ് 65.27 ഗ്രാം MDMAയുമായി മുഹമ്മദ് ഷാഫിയാണ് എക്സൈസ് ആദ്യം പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് വൻതോതിൽ ലഹരി എത്തിച്ച് എറണാകുളത്തെയും ആലപ്പുഴയിലെയും വിവിധ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ ഒരു രീതി. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇരുവരും എക്സൈസിന്റെ ശക്തമായ നിരീക്ഷണത്തിലായിരുന്നു. മുമ്പ് ഒരു ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന ആളാണ് സരിത. ഈ ജോലി ഉപേക്ഷിച്ച ശേഷമാണ് കൂടുതൽ പണത്തിനായി സരിത ഈ ഒരു ലഹരി കച്ചവടത്തിലേക്ക് എത്തിയത്. മുഹമ്മദ് ഷാഫി ഇന്റീരിയർ ഡിസൈനറായി ജോലി ചെയ്തു വരികയായിരുന്നു. മെൻസ്ട്രൽ കപ്പിൽ MDMA നിറച്ച് ആ ഒരു ഭാഗം പശ വെച്ച് അടച്ച ശേഷം സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചാണ് സരിത ലഹരി കടത്തിയിരുന്നത്. ബംഗളൂരിൽ നിന്ന് ഇരുവരും ബസ്സിൽ വരുന്ന വഴി കണ്ണൂർ ഇരിട്ടിയിൽ വെച്ച് എക്സൈസ് പരിശോധന നടന്നിരുന്നു. ആ സമയം ഷാഫി കയ്യിലുണ്ടായിരുന്ന ലഹരി വസ്തു എറിഞ്ഞു കളഞ്ഞെങ്കിലും സരിത സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചിരുന്നതിനാൽ പരിശോധനയിൽ ലഹരി കണ്ടെത്താനായില്ല. തുടർന്ന് ഈ രാസലഹരിയുമായാണ് ഇരുവരും എറണാകുളത്ത് എത്തിയത്. എറണാകുളത്ത് മുറിയിൽ പരിശോധന നടക്കുമ്പോൾ സരിത ആലപ്പുഴയിൽ MDMA വിൽക്കാൻ പോയിരിക്കുകയായിരുന്നു. എറണാകുളത്ത് മടങ്ങിയെത്തിയ സരിതയെ രാത്രി 10:30 എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോയ MDMA ആലപ്പുഴയിലെ ഒരു വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് സരിത വെളിപ്പെടുത്തി. തുടർന്ന് പ്രതിയുമായി ആലപ്പുഴയിലെത്തി നടത്തിയ പരിശോധനയിലാണ് ബാക്കി 28.76 ഗ്രാം MDMA കൂടി കണ്ടെടുത്തത്. ഗ്രാമിന് 4000 രൂപ നിരക്കിലാണ് ഇവർ MDMA വിൽപ്പന നടത്തിയിരുന്നത്. ഇവരിൽ നിന്ന് ലഹരി മരുന്ന് വാങ്ങിയ ആളുകളെ കുറിച്ചും എക്സൈസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും അവർ നിരീക്ഷണത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.
ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എറണാകുളം എക്സൈസ് ഇൻസ്പെക്ടർ അഭിരാജ് ആറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പ്രിവന്റീവ് ഓഫീസർ PG അനൂപ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിദ്ധാർത്ഥ് S, അമൽ, അർജുൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രിൻസി, ഡ്രൈവർ വിഷ്ണു എന്നിവരും ഈ ദൗത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും ഓരോ ഞെട്ടിക്കുന്ന മാർഗങ്ങളിലൂടെയാണ് ഈ ഒരു ലഹരി സംഘം നമ്മുടെ നാട്ടിൽ വിലസി നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലൊരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് അതിൽ ലഹരി നിറച്ച് അടച്ചു വെച്ചിട്ട് സ്വകാര്യ ഭാഗത്ത് വെച്ച് അത്തരത്തിലൊരു വിപണനം നടത്തുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഭയക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇത്. തീർച്ചയായിട്ടും ഇനി ഇവരെ ചോദ്യം ചെയ്യൽ നിന്ന് മാത്രമായിരിക്കും കൂടുതൽ കണ്ണികളിലേക്കുള്ള വിശദാംശങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ. ഏതായാലും ലഹരി എന്ന് പറയുന്ന വലിയൊരു വിപത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് 24 മണിക്കൂറും ഉണർന്ന് പ്രവർത്തിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് സംഘം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ ആളുകളുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ പിടിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസം വടകരയിൽ അറസ്റ്റിലായിട്ടുള്ള അധ്യാപികമാർ ഉൾപ്പെടെ പിടിയിലായ MDMA പണമിടപാട് കേസിന് പിന്നിൽ ലഹരി ഉപഭോക്താക്കളായ നിരവധി പേരടങ്ങുന്ന ഒരു കൂറ്റൻ ശൃംഖല തന്നെയുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഉപഭോക്താക്കളെ ലഹരി വിൽപ്പനയുടെ കാരിയർമാരാക്കി മാറ്റി യഥാർത്ഥ സൂത്രധാരന്മാർ കാണാമറയത്ത് തുടരുന്ന രീതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കേസിൽ ആഴത്തിലുള്ള അന്വേഷണം നടന്നാൽ മാത്രമേ ലഹരി മാഫിയയുടെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിയൂ എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘമുള്ളത്. കേസിലെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. വെറും 6 മാസത്തിനിടെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ 2 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് നടന്നിട്ടുള്ളത്. ലഹരി വാങ്ങുന്നതിനായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ QR കോഡ് വഴിയും UPI വഴിയും കൈമാറിയ പണമാണിതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ DIG കാർത്തിക്കിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. റൂറൽ SP മെറിൻ ജോസഫാണ് ഈ ലഹരി മാഫിയയിലെ നിർണായക കണ്ടെത്തലുകളിലേക്ക് അന്വേഷണത്തെ എത്തിച്ചത്. കേസിൽ പിടിയിലായി നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാരായ കീർത്തന, കാവ്യ, ട്രെയിനർ നീഷ്മ, ഡെലിവർ ബോയ് ജിജിൻ കുര്യാക്കോസ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ഇനി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനായി വടകര പോലീസ് കോടതിയിൽ ഉടൻ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. പ്രതികളുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയ പണം എങ്ങോട്ടേക്കാണ് പോയതെന്ന് വ്യക്തമായി തെളിവ് ശേഖരിക്കാനാണ് ഈ ചോദ്യം ചെയ്യൽ. പ്രതികളായ അധ്യാപികമാർ മൂവരും ഉറ്റ സുഹൃത്തുക്കളാണ്. പ്രതിയായ നീഷ്മയുടെ വീട്ടിൽ പലതവണയായി 3 പേരെയും ഒരുമിച്ച് കണ്ടതായി നാട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. കേവലം അധ്യാപനം എന്ന ജോലിക്ക് അപ്പുറത്തേക്ക് ലഹരി ശൃംഖലയിലെ പ്രധാന ഏജന്റുമാരായി ഇവർ എങ്ങനെ മാറി എന്നത് സംബന്ധിച്ച വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഇവരുടെ വ്യക്തിഗത അക്കൗണ്ടുകളിൽ വഴി മാത്രം നടന്നിട്ടുള്ളത്. അവരുടെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ കൂടുതൽ പരിശോധിച്ചു വരികയാണ്. കൂടുതൽ അക്കൗണ്ടുകൾ ഇവർക്കുണ്ടോ എന്നുള്ളതും കൃത്യമായി തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ലഹരിയുമായിട്ട് അതും പല മാർഗത്തിലൂടെ ലഹരി കൈപിടിച്ച് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കാനായിട്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഓപ്പറേഷൻ തൂഫാൻ നിങ്ങളുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾ ആ വലയിൽ വീണിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.